നമസ്കാരം. 2024 ജൂൺ 4 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. അന്നേ ദിവസം ഗണിതശാസ്ത്രത്തിൽ നമ്മുടെ രാജ്യത്തിന് ചില സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു എന്നതാണ് സവിശേഷത. അന്ന് നടത്തിയ പ്രധാന രണ്ട് കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, 100 എന്ന സംഖ്യ 240നേക്കാൾ വലുതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് 234 ആണ് 293നേക്കാളും വലിയ സംഖ്യ. അതുകൊണ്ട് തന്നെ ഈ സംഭാവനകളൊക്കെ അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ പരിഗണിക്കാവുന്നതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അത് ഈ ജൂൺ 26 നടക്കുന്ന ലോക്സഭാ സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പാണ്. അതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യകളിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത സ്പീക്കർ സ്ഥാനം ഒന്നുകിൽ JDUവിനായിരിക്കും അല്ലെങ്കിൽ TDPക്കായിരിക്കും എന്നതാണ്. ഇതിനെക്കുറിച്ച് മുതിർന്ന JDU നേതാവ് KC ത്യാഗി പറഞ്ഞത് BJP മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ തങ്ങൾ പിന്തുണയ്ക്കും എന്നാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വിമർശനത്തിന് മറുപടി എന്നോണമാണ് KC ത്യാഗി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ജൂൺ 24 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യ 2 ദിവസം MPമാരുടെ സത്യപ്രതിജ്ഞയാണ്. അത് കഴിഞ്ഞ് 26-ാം തീയതിയാണ് സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. നേരത്തെ തന്നെ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു, BJP ഒരു കാരണവശാലും സ്പീക്കർ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. അതിനുള്ള കാരണം ആ ചെയറിന്റെ വിശാല അധികാരമാണ്. അതിലൊന്ന് തന്നെയാണ് MPമാരെ അയോഗ്യരാക്കാനുള്ള അധികാരവും. അതുകൊണ്ട് തന്നെയാണ് അത് വിട്ടുള്ള ഒരു കളിക്കും BJP തയ്യാറാകാൻ സാധ്യതയില്ലാത്തതും. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് 2 വ്യക്തികളുടെ പേരാണ്. അതിലൊന്ന് നിലവിലെ സ്പീക്കർ ഓം ബിർളയുടേതാണ്. ഇദ്ദേഹം നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. രണ്ടാമത്തേത് ഡഗ്ഗുപതി പുരണ്ടേശ്വരി. ഇവർ ആന്ധ്രാപ്രദേശിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. ഒരു മുൻ കോൺഗ്രസുകാരി കൂടിയായ ഇവർ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യയുടെ സഹോദരിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അപ്രതീക്ഷിതമായി മൂന്നാമതൊരാൾക്ക് ഞർക്ക് വീഴുമോ എന്നുള്ളതും വ്യക്തമല്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.